പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. അഭിഷേകാഗ്നി പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ നിരവധി വ്യക്തികൾക്ക് പലതരത്തിലുള്ള രോഗസൗഖ്യങ്ങൾ ലഭിച്ചതിനെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ ലഭിച്ചതിൽ ഒരു സാക്ഷ്യം ഇന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. മസ്കറ്റിൽ നിന്നുള്ള മിനി എന്ന സഹോദരിയാണ് ഈ സാക്ഷി നമുക്കായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ പേര് മിനി. ഞങ്ങൾ കുടുംബമായി മസ്കറ്റിൽ താമസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോഷി. ഞങ്ങൾക്ക് 6 വയസ്സുള്ളൊരു മകളുണ്ട്, പേര് ദിവീന. ഞങ്ങൾ അഭിഷേകാഗ്നി എന്ന പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന കുടുംബമാണ്. എൻ്റെ മകളുടെ കണ്ണിൽ നിന്ന് 1 മാസത്തോളമായി വെള്ളം ഒഴുകുന്ന ഒരു അലർജി രോഗത്തിൻ്റെ അടിമയായി. ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടു, പല ഡോക്ടർമാരെയും കാണിച്ചു. എന്നിട്ടും മാറ്റമില്ലാതെ ഇരിക്കുമ്പോഴാണ് നവംബർ 19-ാം തീയതി ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ അച്ഛൻ്റെ പ്രസംഗം കേട്ടത്. അച്ഛൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളും മോളുടെ തലയിൽ കൈകൾ വെച്ച് വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു.
അപ്പോൾ തന്നെ ഈശോനാഥൻ എൻ്റെ മകളുടെ കണ്ണിലുള്ള അസ്വസ്ഥത സുഖപ്പെടുത്തി. പിന്നെ ഇന്ന് വരെ ആ രോഗം എൻ്റെ മകളെ അലട്ടിയിട്ടില്ല. യേശുവിന് 1000 നന്ദി, സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. മസ്കറ്റിൽ ഒരു കുടുംബത്തിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈശോ നൽകിയ സൗഖ്യത്തെക്കുറിച്ചാണ് മിനി എന്ന സഹോദരി സാക്ഷ്യം എഴുതി അറിയിച്ചിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലെ ഈ പ്രോഗ്രാം ഇന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, കുടുംബാംഗങ്ങളിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവം വർഷിക്കും. പ്രൈസ് ദ ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ സഗീവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് നിങ്ങളുടെ സൗഖ്യങ്ങൾ സാക്ഷ്യമായി എഴുതി അറിയിക്കുക. കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഉന്നതമായ ആത്മാവിനെ വർഷിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഞങ്ങൾ കാണാൻ തക്കവിധം ഈ നിമിഷങ്ങളിൽ അത്ഭുതകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമേ. അതിശയകരമായി ദൈവശക്തി ഇപ്പോൾ ലോകത്തിൽ വ്യാപരിക്കട്ടെ. ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്നവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും കുടുംബങ്ങളും വ്യക്തികളും സകലരും അനുഗ്രഹം പ്രാപിക്കാൻ തക്കവിധം ഇപ്പോൾ ദൈവാത്മാവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളുടെ മേൽ, ക്ഷീണിതരുടെ മേൽ, തകർന്നിരിക്കുന്നവരുടെ മേൽ, തളർന്നവരുടെ മേൽ, ദുഃഖഭാരതിരിക്കുന്നവരുടെ മേൽ, കടബാധ്യതകളോടെ ഇരിക്കുന്നവരുടെ മേൽ, വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവരുടെ മേൽ, ശാരീരികമായ വൈകല്യങ്ങളുള്ളവരുടെ മേൽ, പലതരത്തിലുള്ള ബന്ധനങ്ങൾ നിമിത്തം, ശത്രുപീഡകൾ നിമിത്തം മനസ്സ് തകർന്നിരിക്കുന്നവരുടെ മേൽ, എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം സങ്കീർത്തന പുസ്തകത്തിൽ 39-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം. മനുഷ്യൻ്റെ ബദ്ധപ്പാട് വെറുതെയാണ്. അവൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. ഹല്ലേലൂയ. അവൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. ഈ അടുത്ത കാലത്ത് വടക്കേ മലബാറിൽ നിന്ന് ഒരു കുടുംബം ഇവിടെ ധ്യാനിക്കാൻ വന്നു. കുടുംബനാഥൻ അച്ഛനോട് പങ്കുവച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം പഠിക്കുമ്പോൾ നല്ല സമർത്ഥനായൊരു വിദ്യാർത്ഥിയായിരുന്നു. ഒത്തിരി ബുദ്ധിശക്തിയും കഴിവുള്ള കുട്ടി. പഠനശേഷം ഉപരിപഠനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അവൻ സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങി. ഒരുപാട് മികവുള്ളൊരു സ്ഥാപനം. ഈ സ്ഥാപനത്തെ അന്വേഷിച്ച് ഡൽഹിയിൽ നിന്നും പാരീസിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് ഓർഡർ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ തക്കവിധം പേരും പെരുമയുള്ള സ്ഥാപനമായി അതിനെ അദ്ദേഹം വളർത്തി വലുതാക്കി. രാപകലില്ലാതെ അതിനുവേണ്ടി അധ്വാനിച്ചു. അദ്ദേഹം കള്ളു കുടിക്കുന്നില്ല, ചീട്ട് കളിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, നന്നായി പ്രാർത്ഥിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ 6-7 വർഷം കഴിഞ്ഞു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ അച്ഛാ, ഞാൻ ഈ 6-7 വർഷം രാപകലില്ലാതെ കഠിനമായി അധ്വാനിച്ചതും സമ്പാദിച്ചതും വളർത്തിയതെല്ലാം പൊട്ടി തകർന്നു പോയി. ഇന്ന് സ്ഥാപനം പൂട്ടിയിട്ടിരിക്കുകയാണ്. 50ഓളം സ്റ്റാഫ് അംഗങ്ങൾ വരെ എനിക്കുണ്ടായിരുന്ന അച്ഛാ, ഇന്ന് സ്ഥാപനം പൂട്ടിയിട്ടിരിക്കുകയാണ്. സാമ്പത്തികമായി ഒരു വലിയ പരാജയമാണ് എൻ്റെ ജീവിതം. ഞാൻ ചോദിച്ചു, എങ്ങനെ ഇത് സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, ഇതെങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ഇന്ന് എനിക്കൊരു കാര്യം അറിയാം, ഞാൻ പൊട്ടി തകർന്നു, എനിക്കൊന്നും നീക്കുവാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഈ പാലക്കാടുള്ള ഒരാൾ 2 കോടി രൂപ എനിക്ക് തരാനുണ്ട്, അത് പറ്റിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞു. ആ പണം വാങ്ങിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ പാലക്കാട്ടേക്ക് വന്നിരിക്കുന്നത്. ആ മനുഷ്യൻ പണം തരാതായപ്പോൾ ഈ വ്യക്തി ഒരു തീരുമാനം എടുത്തു. ഈ ദേശത്ത് നിന്ന് കുറെ ഗുണ്ടകളെ സംഘടിപ്പിച്ച് ആ മനുഷ്യനെ അടിച്ച് ഭീഷണിപ്പെടുത്തി പണം നേടുക എന്നുള്ളത്. അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് അവർക്ക് കൈക്കൂലിയും കൊടുത്ത് അതിനുള്ള ഒത്താശകളും അതിനുള്ള സാഹചര്യങ്ങളും അവൻ ഒരുക്കിയെടുത്തു. മാത്രമല്ല, അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു കൂട്ട് സംഘം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടത്. അത് വജ്രക്കല്ലുകളും അതുപോലെ തന്നെ കല്ലുകൾ, ഉന്നത വിലപിടിപ്പുള്ള രത്നക്കല്ലുകളൊക്കെ വിപണനം ചെയ്യുന്ന ഒരു സംഘമാണ്. അതിനോട് ചേർന്ന് കള്ളക്കടത്തിൻ്റെ പരിപാടികൾക്കും ഇദ്ദേഹം പ്ലാൻ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ധ്യാനം കൂടാൻ വേണ്ടി ദൈവകൃപയാൽ ധ്യാനകേന്ദ്രത്തിൽ എത്തിച്ചേർന്നത്. ധ്യാനത്തിൽ വെച്ച് ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തിൻ്റെ ഹൃദയങ്ങളെ സ്പർശിച്ചു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് വരെ ഞാൻ ധനത്തിന് വേണ്ടിയാണ് എൻ്റെ ജീവിതം അർപ്പിച്ചിരുന്നത്. ഇന്ന് വരെ പണത്തിന് വേണ്ടിയാണ് എൻ്റെ ജീവിതം ഞാൻ അർപ്പിച്ചിരുന്നത്. ശരിയാണ്, ഞാൻ കള്ളുകുടിക്കുമായിരുന്നില്ല,
ശരിയാണ്, ഞാൻ ചീട്ട് കളിക്കുമായിരുന്നില്ല, പുകവലിക്കുമായിരുന്നില്ല, ഞാൻ വേറെ ഒരു അഴുക്ക് പരിപാടിക്കും പോകുമായിരുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ദൈവമായിരുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ ഈ ലോക നേട്ടങ്ങളായിരുന്നു എപ്പോഴും പച്ച പിടിച്ചിരുന്ന ചിത്രം. ഈ ലോകത്തിലെ നേട്ടങ്ങൾ, ഈ ലോകത്തിലെ വളർച്ച, ഈ ലോകത്തിലെ ഉയർച്ച, ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് അധ്വാനവും ആയുസ്സും ആരോഗ്യവും ഞാൻ അർപ്പിച്ചു. ഇന്ന് ഞാൻ മനസ്സിലായി ഞാനൊരു പമ്പര വിഡ്ഢിയാണെന്ന്. ഇന്ന് എനിക്ക് മനസ്സിലായി ഞാനൊരു പമ്പര വിഡ്ഢിയാണെന്ന്. ആ മനുഷ്യൻ ദൈവവചനം ഹൃദയത്തെ സ്പർശിച്ചപ്പോൾ ഉള്ളു തുറന്ന് വിങ്ങിക്കരഞ്ഞ് ആ മനുഷ്യൻ വെളിപ്പെടുത്തുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യം. സഭാപ്രസംഗന്റെ പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യം, ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, വീട്ടിൽ കഠിന ഞെരുക്കവും ദാരിദ്ര്യമായിട്ടാണോ ഈ ബിസിനസ്സൊക്കെ തുടങ്ങിയത്? അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല അച്ഛാ, എൻ്റെ അപ്പനായിട്ട് നല്ലൊരു കുടുംബമാണ്, ഒത്തിരി ഏക്കർ കണക്കിന് സ്ഥലങ്ങളും എസ്റ്റേറ്റുകളും ഉണ്ട്, ഇത് ഞാനായിട്ട് ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടി ഞാനായിട്ട് തുടങ്ങിയ സ്ഥാപനമാണിത്. പ്രൈസ് ദി ലോർഡ്. ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. അദ്ദേഹത്തിന് മദ്യപാനം എന്ന തിന്മയില്ല, അദ്ദേഹത്തിന് പുകവലി എന്ന തിന്മയില്ല, അദ്ദേഹത്തിന് ഭക്തിരാഹിത്യം എന്ന തിന്മയില്ല, അദ്ദേഹത്തിന് മറ്റ് വ്യഭിചാര ആസക്തി ഇല്ല, അദ്ദേഹത്തിന് ഒരുപാട് പാപമേഖലകളിൽ വിടുതലും സ്വാതന്ത്ര്യം ഉണ്ട്. എന്നാൽ കഠിനമായ ഒരു പാപം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കെട്ടിയിട്ടിരിക്കുന്നു. അതാണ് ദ്രവ്യാഗ്രഹം, അതാണ് ദ്രവ്യാസക്തി, അതാണ് ധനമോഹം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദ്രവ്യാഗ്രഹം, ദ്രവ്യാസക്തി അനേകം തിന്മകളിലേക്ക് ഒരു ദൈവവൈതനെ നയിച്ചുകൊണ്ട് പോകും. അനേകം തിന്മകളിലേക്ക് ഒരു ദൈവവൈതനെ നയിച്ചുകൊണ്ട് പോകും. വചനം പഠിപ്പിക്കുന്നു, പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കുക തന്നെ ചെയ്യും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവവൈതലേ, ഇന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഗ്നി എന്താണ്? അത് ധനത്തിന് വേണ്ടിയുള്ള അഗ്നിയാണോ, പരിശുദ്ധാത്മാഗ്നിയാണോ? നീ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയായിരിക്കാം, നീ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന ഒരു വ്യക്തിയായിരിക്കാം, നീ ഒരു കർഷകനായിരിക്കാം, നീ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം, നീ ഒരു രാഷ്ട്രീയ നേതാവായിരിക്കാം, നീ ഒരു ഭരണകർത്താവായിരിക്കാം, നീ ഒരു ആത്മീയ ശുശ്രൂഷകരായിരിക്കാം. നീ ഈ ലോകത്തിൽ കർത്താവ് നൽകിയ ഒരു സ്ഥാനത്തിരിക്കുന്ന കർത്താവിനൊരു പൈതൽ. ഇന്ന് നിന്റെ ഹൃദയത്തിലെ ദാഹം എന്താ? പണം നേടാനുള്ള ദാഹമാണോ, അതോ ദൈവത്തെ നേടാനുള്ള ദാഹമാണോ? ദൈവത്തിന്റെ വചനം വ്യക്തമായി ദൈവമക്കളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം, പണം നേടാൻ ആർത്തി പൂണ്ട് അതിരറ്റ് അധ്വാനിച്ചവരെവിടെ? അവർ അപ്രത്യക്ഷരായി, അവർ പാതാളത്തിൽ നിബന്ധിച്ചു. അവരുടെ സ്ഥാനത്ത് പുതിയ തലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിൽ വസിക്കുകയും ചെയ്തു. എന്നാൽ അവരും അറിവിലേക്കുള്ള മാർഗം പഠിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ. ഒരു മനുഷ്യൻ, പ്രിയപ്പെട്ട ദൈവപൈതലേ, ജീവിതത്തിൽ ദ്രവ്യാഗ്രഹത്തിന്റെ കെട്ടുകളിൽ നിന്ന് തൻ്റെ ഹൃദയത്തെ വിടുവിക്കാത്തിടത്തോളം കാലം അദ്ദേഹം ആത്മീയനായി മാറുന്നില്ല. ദ്രവ്യാഗ്രഹവും ദ്രവ്യാസക്തിയും ധനമോഹവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ആത്മീയമായ എല്ലാ ജ്വലനത്തെയും കെടുത്തി ലോകത്തിൻ്റെ വഴിയെ നടക്കാൻ തക്കവിധം കീഴ്പ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ അധ്വാനിക്കേണ്ടത്? ദൈവത്തിൻ്റെ തിരുലിഖിതം ദൈവമക്കൾക്ക് ഒരു കൽപ്പന നൽകുന്നുണ്ട്. കൊളോസ്സസ് ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം വചനം പറയുന്നു, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതങ്ങളിലുള്ളവയിൽ ശ്രദ്ധ വെക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതങ്ങളിലുള്ളവയിൽ ശ്രദ്ധ വെക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 23-ാം വാക്യം, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. ഹല്ലേലൂയ.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, ദൈവപുത്രനായ ഈശോ മിശിഹാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവീൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ അടുത്ത് വന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ നേട്ടങ്ങളും നഷ്ടപ്പെട്ട് 5 ലക്ഷം രൂപ കടബാധ്യത വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണു തുറന്നു. അദ്ദേഹത്തിൻ്റെ ലോക വഴിയെ ഉള്ള ഓട്ടം നിർത്തി. അദ്ദേഹം ദൈവീക കാര്യങ്ങളിലേക്ക് പിന്തിരിഞ്ഞു. ദൈവവചനം കേട്ടു, ധ്യാനം കൂടി, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും നാഥനായി സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കടബാധ്യത അദ്ദേഹത്തെ ഒരു പ്രശ്നമായി അലട്ടിയിരുന്നു. എങ്കിലും അദ്ദേഹം പറഞ്ഞു, ഇന്ന് എൻ്റെ കടബാധ്യത ഒരു പ്രശ്നമാണെങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ദാഹം എൻ്റെ കർത്താവിന് വേണ്ടി വേല ചെയ്യണമെന്നുള്ളതാണ്. ഈ ലോകത്തിലെ ധനമോ ഈ ലോകത്തിലെ പേരോ ഈ ലോകത്തിലെ നേട്ടങ്ങളോ അല്ല, എൻ്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് വേല ചെയ്യണം എന്ന ആഗ്രഹത്തോടെ അദ്ദേഹം തൻ്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ചു. അദ്ദേഹം ഒരാഴ്ച സെഗ്യൂൺ ധ്യാന കേന്ദ്രത്തിൽ ഭക്ഷണശാലയിൽ ഭക്ഷണം എടുത്തു കൊടുക്കാൻ വേണ്ടി ശുശ്രൂഷയ്ക്കായി, പ്രേക്ഷിത ശുശ്രൂഷയ്ക്കായി ഒരാഴ്ച അദ്ദേഹം വന്നു. ആ ഒരാഴ്ച അദ്ദേഹം ആത്മാർത്ഥമായി സമർപ്പണം ചെയ്ത് കർത്താവിന് വേണ്ടി വേല ചെയ്തു. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം നടത്തി തരും. അങ്ങനെ കർത്താവിനെ ആശ്രയിച്ച് ഹൃദയത്തിൽ കർത്താവിന് വേണ്ടി അർപ്പണം ചെയ്ത് വേല ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരാഴ്ചത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഒരു സന്തോഷകരമായ വാർത്ത അദ്ദേഹം എന്നെ വന്ന് അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എൻ്റെ ഈ കടബാധ്യതയും എൻ്റെ ഈ സാമ്പത്തിക തകർച്ചയും കണ്ടപ്പോൾ എനിക്കിനി വീട്ടിൽ വിൽക്കാനോ എന്തെങ്കിലും വിറ്റ് കടം വീട്ടാനോ ഒരു മാർഗ്ഗമില്ലാതെ എല്ലാം അടഞ്ഞു കിടക്കുന്ന സമയത്ത് എൻ്റെ സ്നേഹിതനായ ഒരാൾ അദ്ദേഹത്തിന് വിൽക്കാനുണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ ആധാരം ഇദ്ദേഹത്തിന് കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ സ്ഥലം ആരെങ്കിലും വന്നാൽ വിറ്റുകൊള്ളുക. ഈ സ്ഥലം വിറ്റ് കിട്ടുന്ന 15 ലക്ഷം ഉറുപ്പിക അദ്ദേഹത്തിന് കൊടുക്കണം. ബാക്കി എത്ര കിട്ടിയാലും ഈ വിൽക്കുന്ന ആൾക്കെടുക്കാം. ആ സ്ഥലത്തിന് മാക്സിമം 15 ലക്ഷം ഉറുപ്പിക കിട്ടാൻ സാധ്യതയുള്ളത്. ഒരു നല്ല വില അദ്ദേഹം കണ്ടത് പറഞ്ഞു, ആ 15 ലക്ഷത്തിൽ കൂടുതൽ എത്ര കിട്ടിയാലും അത് താങ്കൾക്ക് എടുക്കാം എന്ന് പറഞ്ഞ് ആ സ്ഥലം വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. ഇദ്ദേഹം ഇവിടെ ഭക്ഷണശാലയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കച്ചവടം നടന്നു. ആ സ്ഥലം 20 ലക്ഷം ഉറുപ്പിക്ക് ഒരാൾ കച്ചവടം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, ഇദ്ദേഹത്തിൻ്റെ ഞെരുക്കത്തിൽ, ഇദ്ദേഹത്തിന് ഇനി വിൽക്കാൻ ഒന്നുമില്ലാത്ത സമയത്ത് ദൈവം ഇദ്ദേഹത്തിന് വേണ്ടി ഒരു വാതിലെത്തു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്നാൽ ദുഷ്ടന്മാരോ, ദൈവത്തിൻ്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, ദുഷ്ടന്മാർ എന്നും ദ്രവ്യാഗ്രഹത്തിൽ കഴിയുന്നു. ദുഷ്ടന്മാർ എന്നും ദ്രവ്യാഗ്രഹത്തിൽ കഴിയുന്നു. അവർ പള്ളിയിൽ പോകുമ്പോഴും അവർ ധ്യാനം കൂടി പോകുമ്പോഴും ദുഷ്ടന്മാർ എന്നും ദ്രവ്യാഗ്രഹത്തിൽ കഴിയുന്നു. സുഭാഷിതങ്ങൾ 11:28, ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദ്രവ്യാഗ്രഹത്തിൻ്റെ ദുർബോധത്തിൽ നിന്ന് ഞങ്ങളുടെ മനസ്സുകളെ മോചിപ്പിക്കണമേ. ദ്രവ്യാസക്തിയുടെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയണമേ. കുഞ്ഞു പ്രായം മുതൽ, ശിശുപ്രായം മുതൽ ഈ നിമിഷം വരെ ഈ ലോക ജീവിതത്തിലൂടെ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ധനമോഹത്തിൻ്റെ സ്വാധീനങ്ങൾ, പണമോഹത്തിൻ്റെ സ്വാധീനങ്ങൾ, ഈ ലോക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള മോഹത്തിൻ്റെ സ്വാധീനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് കഴുകിക്കളയണമേ. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ അങ്ങ് പഠിപ്പിച്ചിരിക്കുന്നത് പോലെ ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, എന്നാൽ ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. ദൈവഹിതം അന്വേഷിക്കുന്ന ഒരു മകനായി, ദൈവഹിതം അന്വേഷിക്കുന്ന ഒരു മകളായി പിതാവേ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. പിതാവേ, എൻ്റെ ഹൃദയത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന ധനമോഹത്തിൻ്റെ ദുർഭൂതങ്ങളെ, ധനമോഹത്തിൻ്റെ അന്ധകാര ശക്തികളെ ഇപ്പോൾ അവിടുന്ന് ശാസിച്ച് ദൂരെ അകറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദ്രവ്യാസക്തിയുടെ കെട്ടുകളെയും അഴിച്ചു വിടുവിക്കുന്നു. ധനമോഹത്തിൻ്റെ ആധിപത്യങ്ങളെ യേശുനാമത്തിൽ തകർക്കുന്നു. കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും നശിപ്പിക്കുന്ന ധനമോഹത്തിൻ്റെ എല്ലാ ആധിപത്യ ശക്തികളെയും യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവിന് ശക്തി വ്യാപരിക്കട്ടെ, യേശുവിന് ശക്തി വ്യാപരിക്കട്ടെ, യേശുവിന് ശക്തി വ്യാപരിക്കട്ടെ, യേശുവിന് ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യ നാഥനായ ഈശോ ഈ നിമിഷങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ ഹൃദയത്തിൽ വേരുപാകിയിരിക്കുന്ന ദ്രവ്യാഗ്രഹത്തിൻ്റെ കെട്ടുകളെ, ധനമോഹത്തിൻ്റെ ആധിപത്യങ്ങളെ തകർക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്നും ദൈവീക കാര്യങ്ങളിൽ നിന്നും അനേകരെ വീഴ്ത്തിയിട്ടുള്ള പാപമേഖലയാണ് ദ്രവ്യാഗ്രഹം, ധനമോഹം. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണമെന്ന് ശ്ലീഹാ ദൈവമക്കളെ പഠിപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല എന്ന് യേശു ക്രിസ്തു പഠിപ്പിച്ചു. യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്താം, ഹൃദയം നുറുങ്ങി വിളിക്കാം. യേശുവേ, എൻ്റെ ഹൃദയത്തെ ദ്രവ്യാസക്തിയിൽ നിന്ന് വിടിപ്പിക്കണമേ, ദ്രവ്യാസക്തിയുടെ കെട്ടുകൾ അഴിക്കണമേ, ജഡമോഹത്തിൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും വേണ്ടിയുള്ള ലോകമോഹങ്ങളുടെ കെട്ടുകൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധനമോഹം, ലൗകിക വ്യഗ്രത, എല്ലാ തരത്തിലുള്ള ജഡികാസക്തികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയങ്ങൾ സ്പർശിക്കപ്പെടട്ടെ. യേശുവേ, യേശുവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കുക, യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കുക, യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പേര് ജിഷ, സ്ഥലം ചെല്ലിപ്പാറ. 13 വർഷമായിട്ട് അലർജിയുടെ തുമ്മൽ, ശ്വാസം മുട്ടും എനിക്കുണ്ടായിരുന്നു. മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്നത് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഡിസംബറിൽ പോയി ധ്യാനം കൂടിയിട്ട് വന്നിട്ട് എന്തായാലും പോകുന്നുള്ളൂ, എന്നിട്ട് മതി എനിക്ക് ഓപ്പറേഷനും പിന്നെ മറ്റുള്ള മരുന്നുമൊക്കെ. ഞാൻ ഇവിടെ ആരാധനയുടെ സമയത്ത് 2 അലർജിക്കാരുടെ അലർജി പോയെന്ന് പറഞ്ഞു. അത് ഞാനാണെന്ന് വിശ്വസിച്ചു. പിന്നെ ഇന്നലെ ആൻ്റണി ബ്രദറിൻ്റെ അടുത്ത് കൗൺസിലിംഗ് ചെന്നപ്പം ബ്രദർ പറഞ്ഞു മോൾ സാക്ഷ്യം പറയണം, മൂക്കിലേക്ക് ഈശോ കൈ കടത്തി എന്തോ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെയുള്ള അനുഭവം ഉണ്ടായി. ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. രാത്രിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റിയില്ലായിരുന്നു. ചില സമയത്ത് മൂക്ക് അടച്ചിട്ട് എൻ്റെ മൂക്കിന് ശ്വാസം വിടാൻ പോലും പറ്റിയില്ലാത്ത അവസ്ഥയായിരുന്നു. ചില ദിവസം 3-3:30 ആയും രാത്രിക്ക് ഉറങ്ങുമ്പോൾ തുമ്മിയാൽ നിർത്താത്ത തുമ്മൽ. ഇവിടെ വന്നിട്ട് ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കുകയും പിന്നെ രാവിലെ എണീറ്റ് തന്നെ 5 മണിക്ക് വേണ്ടിയാണ് ഞാൻ കുളിച്ചത്. 13 വർഷമായിട്ട് എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാനോ തലയിൽ എണ്ണ വെക്കാനോ ഒന്നും പറ്റിയില്ലായിരുന്നു. ഇപ്പം അതെല്ലാം ഈശോ മാറ്റിത്തന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 13 വർഷമായിട്ട് മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുകയായിരുന്നു. അതേ തുടർന്ന് അലർജി രോഗമായിരുന്നു. കർത്താവ് ഈ ധ്യാനത്തിൽ വെച്ച് അത്ഭുതകരമായി ഈ മകളെ സൗഖ്യപ്പെടുത്തി. കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറയട്ടെ സന്തോഷത്തോടെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ.